ന്യായാധിപന്മാരുടെ പുസ്തകം അദ്ധ്യായം 7. മിദ്യാൻകാരെ തോൽപ്പിക്കുന്നു. ആരൊക്കെയാണ് ഹാരോദ് നീരുറവയ്ക്ക് സമീപം പാളയമടിച്ചത്? ജെറുബാലും ഗിദെയോനും സംഘവും. എവിടെയാണ് ജെറുബാലും ഗിദെയോനും സംഘവും അതിരാവിലെ എഴുന്നേറ്റ് പാളയമടിച്ചത്? ഹാരോദ് നീരുറവയ്ക്ക് സമീപം. വടക്ക് മോറിയ കുന്നിന്റെ താഴ്വരയിൽ ആരാണ് താവളമടിച്ചത്? മിദിയാൻ. നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിദ്യാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല. കർത്താവ് ആരോട് പറഞ്ഞ വാക്കുകളാണ്? ഗിദെയോനോട്. മിദ്യാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല എന്ന് കർത്താവ് ഗിദെയോനോട് പറയാൻ കാരണം? നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ. നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിദ്യാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല എന്ന് കർത്താവ് ഗിദെയോനോട് പറയാൻ കാരണം? കർത്താവ് പറയുന്നു, സ്വന്തം കൈകൾ കൊണ്ട് തന്നെ രക്ഷ പ്രാപിച്ചു എന്ന് എൻ്റെ നേരെ നോക്കി നിങ്ങൾ വീമ്പടിച്ചേക്കും. അതുകൊണ്ട് ഭയന്നു വിറയ്ക്കുന്നവർ എവിടേക്ക് തിരിച്ചു പോകണം എന്നാണ് കർത്താവ് ജനത്തോട് പറയാൻ ഗിദെയോനോട് പറഞ്ഞത്? വീടുകളിലേക്ക്. എത്ര പേരാണ് ഭയന്ന് വീടുകളിലേക്ക് തിരിച്ചു പോയത്? 20,000 പേർ. 20,000 പേർ തിരിച്ചു പോയതിനു ശേഷം എത്ര പേരാണ് ശേഷിച്ചത്? 10,000 പേർ. 4-ാം വചനത്തിൽ കർത്താവ് വീണ്ടും ഗിദെയോനോട് പറഞ്ഞത് എന്ത്? ജനങ്ങൾ ഇപ്പോഴും അധികമാണ്. കർത്താവ് ഗിദെയോനോട് പറഞ്ഞത് ജനങ്ങളെ എങ്ങോട്ട് കൊണ്ടുവരാനാണ്? ജലാശയത്തിലേക്ക്. എന്തിനാണ് ജലാശയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരേണ്ടത്? ഗിദെയോനു വേണ്ടി പരിശോധിക്കാൻ. ജലാശയത്തിങ്കൽ വെച്ച് ജനങ്ങളെ പരിശോധിച്ചത് ആര്? കർത്താവ്. പരിശോധിച്ച് തിരഞ്ഞെടുക്കുവാൻ കർത്താവ് എന്ത് നിബന്ധനയാണ് പറഞ്ഞത്? ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ ആരെപ്പറ്റി പറയുന്നുവോ അവൻ നിന്നോട് കൂടെ വരട്ടെ. പോരണ്ട എന്ന് ഞാൻ ആരെക്കുറിച്ച് പറയുന്നുവോ അവൻ പോരണ്ട. ആരെയാണ് നീ മാറ്റി നിർത്തണമെന്ന് കർത്താവ് ഗിദെയോനോട് പറഞ്ഞത്? നായയെ പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ. വേറെ നിർത്തുക എന്ന് കർത്താവ് പറഞ്ഞത് ആരെ? മുട്ടുകുത്തി കുടിക്കുന്നവരെ. വെള്ളം കയ്യിൽ കോരി വായോടടുപ്പിച്ച് നക്കി കുടിച്ചവർ എത്ര? 300 പേർ. ആരെ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും എന്നാണ് കർത്താവ് ഗിദെയോനോട് പറഞ്ഞത്? വെള്ളം നക്കി കുടിച്ച 300 പേരെ കൊണ്ട്. ഗിദെയോന്റെ കയ്യിൽ ആരെ ഏൽപ്പിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്? മിദ്യാൻകാരെ. എന്തെല്ലാമാണ് ഗിദെയോൻ ജനത്തിൽ നിന്ന് ശേഖരിച്ചത്? കാഹളങ്ങളും ഭരണികളും. എവിടേക്കാണ് 300 പേരെ നിർത്തിയിട്ട് ബാക്കി ഇസ്രായേലിയരെ തിരിച്ചയച്ചത്? സ്വന്തം കൂടാരങ്ങളിലേക്ക്. എവിടെയായിരുന്നു മിദ്യാൻകാരുടെ താവളം? താഴ്വരയിൽ. എഴുന്നേറ്റ് താവളത്തിനരികിലേക്ക് ചെല്ലുക, ഞാൻ അത് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. കർത്താവ് പറഞ്ഞത് ആരോടാണ്? ഗിദെയോനോട്. ഗിദെയോന്റെ ഭൃത്യന്റെ പേര്? പൂര. നിനക്ക് ഭയമാണെങ്കിൽ ആരെ കൂടെ കൂട്ടാനാണ് ഗിദെയോനോട് കർത്താവ് പറഞ്ഞത്? ഭൃത്യൻ പൂരായെ. ആര് പറയുന്നത് കേൾക്കുക എന്നാണ് കർത്താവ് ഗിദെയോനോട് പറഞ്ഞത്? ഭൃത്യനായ പൂര. ഭൃത്യനായ പൂരായോടുകൂടി പുറംതാവളത്തിലേക്ക് ഇറങ്ങിച്ചെന്നത് എത്ര പേർ? 300 പേർ. പുറംതാവളത്തിൽ ഉണ്ടായിരുന്നത് ആരെല്ലാം? മിദ്യാൻകാർ, അമലേക്യർ, പൗരസ്ത്യർ. മിദ്യാൻകാരുടെയും അമലേക്യരുടെയും പൗരസ്ത്യരുടെയും കൂട്ടത്തെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? വെട്ടുകിളികളോട്. കടൽപ്പുറത്തെ മണൽ പോലെ സംഖ്യാതീതമായിരുന്നത് എന്ത്? ഒട്ടകങ്ങൾ. സ്നേഹിതനോട് സ്വപ്നം വിവരിക്കുന്നത് കേട്ട് ചെന്നതാര്? ഗിദെയോൻ. മിദ്യാൻകാരുടെ താവളത്തിലേക്ക് ഉരുണ്ടുരുണ്ടു വന്ന് കൂടാരത്തിന്മേൽ തട്ടിയത് എന്ത്? ഒരു ബാർലിയപ്പം.
ബാർലിയപ്പം കൂടാരത്തിന്മേൽ തട്ടിയപ്പോൾ എന്തു സംഭവിച്ചു? കൂടാരം മേൽ കീഴായി മറിഞ്ഞ് നിലം പരിശായി. ബാർലിയപ്പം എന്താണെന്നാണ് സ്വപ്നം കേട്ടുനിന്ന സ്നേഹിതൻ പറഞ്ഞത്? ഗിദെയോന്റെ വാൾ. ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്നാണ് 7:14 പറയുന്നത്? ഗിദെയോന്റെ കൈകളിൽ ദൈവം മിദ്യാൻകാരെയും സൈന്യത്തെയും ഏൽപ്പിച്ചിരിക്കുന്നു. ഗിദെയോൻ ദൈവത്തെ വണങ്ങിയത് എപ്പോൾ? സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ. സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും കേട്ടതിനു ശേഷം ഇസ്രായേലിന്റെ താവളത്തിലേക്ക് തിരിച്ചു ചെന്നത് ആരാണ്? ഗിദെയോൻ. എഴുന്നേൽക്കുവിൻ, കർത്താവ് മിദ്യാൻ സൈന്യത്തെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഗിദെയോൻ ഇത് പറഞ്ഞത് ആരോട്? താവളത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവരോട്. ഗിദെയോൻ 300 പേരെ എത്ര ഗണമായി തിരിച്ചു? 3 ഗണമായി. 3 ഗണമായി തിരിച്ച തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൈകളിൽ ഗിദെയോൻ കൊടുത്തത് എന്ത്? കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളും പന്തങ്ങളും. കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളിൽ പന്തങ്ങളും നൽകിക്കൊണ്ട് ഗിദെയോൻ പറഞ്ഞതെന്ത്? എന്നെ നോക്കുവിൻ, ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുവിൻ. ഞാനും എൻ്റെ കൂടെയുള്ളവരും കാഹളം മുഴക്കുമ്പോൾ ബാക്കിയുള്ളവർ എന്തു ചെയ്യണമെന്നാണ് ഗിദെയോൻ പറഞ്ഞത്? പാളയത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കാഹളം മുഴക്കി കർത്താവിനും ഗിദെയോനും വേണ്ടി എന്ന് ഉദ്ഘോഷിക്കണം. ഗിദെയോനും കൂടെയുള്ളവരും പാളയത്തിന്റെ അതിർത്തിയിലെത്തിയത് എപ്പോൾ? മധ്യയാമാരംഭത്തിൽ. ഗിദെയോനും കൂടെയുള്ളവരും മധ്യയാമാരംഭത്തിൽ എപ്പോഴാണ് പാളയത്തിന്റെ അതിർത്തിയിൽ എത്തിയത്? ഭടന്മാർ കാവൽ മാറുമ്പോൾ. പാളയത്തിന്റെ അതിർത്തിയിലെത്തിയ ഗിദെയോനും കൂട്ടരും കാഹളം മുഴക്കിയതിനു ശേഷം എന്താണ് ചെയ്തത്? കയ്യിലുണ്ടായിരുന്ന ഭരണികൾ ഉടച്ചു. എത്ര ഗണങ്ങളാണ് കാഹളം മുഴക്കിയത്? 3 ഗണങ്ങൾ. അവർ കാഹളവും പന്തവും പിടിച്ചത് എങ്ങനെ? ഇടത്തുകൈയിൽ പന്തവും വലതുകൈയിൽ കാഹളവും പിടിച്ചു. ഇടതുകൈയിൽ പന്തവും വലതുകൈയിൽ കാഹളവും പിടിച്ചുകൊണ്ട് അവർ ആർത്തു വിളിച്ചത് എന്ത്? കർത്താവിനും ഗിദെയോനും വേണ്ടി ഒരു വാൾ. താവളത്തിന് ചുറ്റും ഓരോരുത്തരും തന്താങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? ശത്രുസേന ഓടിപ്പോയി. അവർ നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. എത്ര കാഹളങ്ങളാണ് പാളയത്തിൽ മുഴങ്ങിയത്? 300 കാഹളങ്ങൾ. 300 കാഹളങ്ങൾ മുഴങ്ങിയപ്പോൾ കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചത് എന്ത്? തൻ്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾ കൊണ്ട് വെട്ടാൻ. കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചതനുസരിച്ച് പട്ടാളം ഓടിയത് എവിടെ വരെ? പട്ടാളം സെറോറ ലക്ഷ്യമാക്കി ബത്ഷിത്ത വരെയും താബിത്തിൽ കൂടി അബൽ മോഹലയുടെ അതിരുവരെയും ഓടി. 7:23 അനുസരിച്ച് മിദ്യാൻകാരെ പിന്തുടർന്നത് ആരെല്ലാം? നഫ്താലി, ആഷേർ, മനാസെ ഗോത്രങ്ങളിൽ നിന്നും വിളിച്ചുകൂട്ടിയ ഇസ്രായേൽക്കാർ. മിദ്യാൻകാർക്കെതിരെ ഇറങ്ങി വരുവിൻ എന്ന് ഗിദെയോൻ ദൂതന്മാരെ അയച്ചു പറഞ്ഞത് ആരോട്? എഫ്രായിം മലനാടിന്റെ എല്ലാ ഭാഗങ്ങളിലും. എഫ്രായിം മലനാട്ടിൽ വസിച്ചിരുന്നവരോട് എന്തെല്ലാം പിടിച്ചടക്കാനാണ് ഗിദെയോൻ പറഞ്ഞത്? ബദ്ബാറേയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ. നഫ്താലി, ആഷേർ, മനാസെ ഗോത്രങ്ങളിൽപ്പെട്ട ഇസ്രായേൽക്കാർ മിദ്യാൻകാരെ പിന്തുടരവെ പിടികൂടിയ മിദ്യാൻ പ്രഭുക്കൾ ആരെല്ലാം? ഓറേബ്, സേബ്. ഓറബിനെ കൊന്നുകളഞ്ഞത് എവിടെ വെച്ച്? ഓറേബ് ശിലയിൽ വെച്ച്. സേബിനെ വധിച്ചത് എവിടെ? സേബ് മുന്തിരി കച്ചിനരിക വെച്ച്. ന്യായാധിപന്മാരുടെ പുസ്തകം അദ്ധ്യായം 8. മിദ്യാൻകാരോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത് എന്ന് ഗിദെയോനോട് ചോദിച്ചതാര്? എഫ്രായിംകാർ. ആര് ആരോട് പറഞ്ഞു? നിങ്ങൾ ചെയ്തതിനോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസ്സാരം? ഗിദെയോൻ എഫ്രായിംകാരോട്. എഫ്രായിമിലെ കാലാപെറുക്കലിനെ ഉപമിച്ചിരിക്കുന്നത് എന്തിനോട്? അബിയേസറിലെ മുന്തിരി കൊയ്ത്തിനോട്. ഏതു പ്രഭുക്കന്മാരെയാണ് ദൈവം നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു എന്ന് ഗിദെയോൻ എഫ്രായിംകാരോട് പറഞ്ഞത്? ഓറേബിനെയും സേബിനെയും. എഫ്രായിംകാരുടെ കോപം ശമിച്ചത് ഗിദെയോൻ എന്ത് പറഞ്ഞപ്പോഴാണ്? നിങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ
എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നിസ്സാരം. ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാന്റെ മറുകര കടന്നത് ആരെല്ലാം? ഗിദയോനും 300 പേരും. ദയവായി എൻ്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുവിൻ, അവർ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് ഗിദയോൻ ആരോട് പറഞ്ഞു? സുക്കോത്തിലെ ജനങ്ങളോട്. ആരെ ആക്രമിക്കാൻ പിന്തുടർന്നു പോവുകയാണ് എന്നാണ് ഗിദയോൻ സുക്കോത്തിലെ ജനങ്ങളോട് പറഞ്ഞത്? മിദിയാൻ രാജാക്കന്മാരായ സേബയെയും സൽമുന്നായെയും. സേബായെയും സൽമുന്നായെയും എൻ്റെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം എന്തുകൊണ്ട് ഞാൻ ചിന്തിക്കീറും എന്നാണ് ഗിദയോൻ സുക്കോത്തിലെ പ്രമാണികളോട് പറഞ്ഞത്. കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ചിന്തിക്കീറുമെന്ന്. സുക്കോത്തിൽ നിന്ന് ഗിദയോൻ എവിടേക്കാണ് പോയത്? പെനുവേലിലേക്ക്. വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്ത് കളയും എന്ന് ഗിദയോൻ പറഞ്ഞത് ആരോട്? പെനുവേൽ നിവാസികളോട്. പെനുവേൽ നിവാസികളുടെ ഗോപുരം തകർത്ത് കളയും എന്ന് ഗിദയോൻ പറയാൻ കാരണം? പെനുവേൽ നിവാസികൾ തൻ്റെ കൂടെയുള്ള 300 പേർക്ക് ഭക്ഷണം നൽകാതിരുന്നതുകൊണ്ട്. എവിടെയാണ് സേബായും സൽമുന്നായും താവളമടിച്ചിരുന്നത്? കാർക്കോറിൽ. എത്ര ഭടന്മാരോടൊപ്പമാണ് സേബായും സൽമുന്നായും കാർക്കോറിൽ താവളമടിച്ചത്? 15,000-ഓളം. എത്ര പേരാണ് യുദ്ധം ചെയ്തവരിൽ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെട്ടത്? 1,20,000. ഏതു നാട്ടുപാതയിലൂടെ ചെന്നാണ് സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന സൈന്യത്തെ ആക്രമിച്ചത്? നൊബാഹിനും യോഗ്ബയാക്കിനും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്ന്. ഗിദയോന്റെ ആക്രമണത്തിൽ പലായനം ചെയ്തത് ആരെല്ലാം? സേബായും സൽമുന്നായും. പട്ടാളത്തിൽ വലിയ സംഭ്രാന്തിയുണ്ടാക്കിയത് എന്താണ്? പലായനം ചെയ്ത സേബായെയും സൽമുന്നായെയും ഗിദയോൻ പിന്തുടർന്ന് പിടിച്ചത്. സേബായെയും സൽമുന്നായെയും പിടിച്ചതിനു ശേഷം ഗിദയോൻ ഏതു വഴിയാണ് പടക്കളത്തിൽ നിന്ന് മടങ്ങിയത്? ഹെറേസ് കയറ്റം വഴി. ഗിദയോൻ പടക്കളത്തിൽ നിന്ന് മടങ്ങും വഴി പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തത് ആരെ? സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ. സുക്കോത്തുകാരനായ ചെറുപ്പക്കാരൻ എത്ര ആളുകളുടെ പേരുകളാണ് ഗിദയോന് എഴുതി കൊടുത്തത്? പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ 77 ആളുകളുടെ പേര്. സേബായെയും സൽമുന്നായെയും പിടിച്ചുകെട്ടി ആരുടെ മുമ്പിലാണ് ഗിദയോൻ കൊണ്ടുവന്നത്? സുക്കോത്തിലെ ജനങ്ങളുടെ. ഗിദയോൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പിടികൂടി എന്താണ് ചെയ്തത്? കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് അവരെ ഒരു പാഠം പഠിപ്പിച്ചു. പെനുവേൽ നിവാസികളോട് ഗിദയോൻ പ്രതികാരം ചെയ്തത് എങ്ങനെ? പെനുവേൽ ഗോപുരം തകർത്ത് നഗരവാസികളെ കൊന്നൊടുക്കി. താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ എന്ന ഗിദയോന്റെ ചോദ്യത്തിന് സേബായും സൽമുന്നായും പറഞ്ഞ മറുപടി എന്തായിരുന്നു? നിന്നെപ്പോലെ തന്നെയായിരുന്നു അവരോരോരുത്തരും അവരുടെ രാജാക്കന്മാർക്ക് സദൃശ്യരായിരുന്നു. നിന്റെ സഹോദരന്മാരായിരുന്നു എന്നതിൻ്റെ മറ്റൊരു വാക്ക്? എൻ്റെ അമ്മയുടെ പുത്രന്മാർ. നിങ്ങൾ അവരുടെ ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു. ആര് ആരോട് പറഞ്ഞു? ഗിദയോൻ സേബായോടും സൽമുന്നായോടും. ഗിദയോന്റെ ആദ്യജാതന്റെ പേര്? യദറിൻ. ഗിദയോൻ യദറിനോട് പറഞ്ഞത് എന്ത്? എഴുന്നേറ്റ് അവരെ കൊല്ലുക. യദറിൻ സേബായെയും സൽമുന്നായെയും കൊല്ലാൻ ഭയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് എന്ത്? നീ തന്നെ ഞങ്ങളെ കൊല്ലും. ഒരുവൻ എങ്ങനെയോ അതുപോലെയാണ് അവൻ്റെ ബലവും. സേബായെയും സൽമുന്നായെയും വധിച്ചത് ആര്? ഗിദയോൻ. സേബായെയും സൽമുന്നായെയും വധിച്ചതിന് ശേഷം എന്തിൻ്റെ ആഭരണങ്ങളാണ് ഗിദയോൻ എടുത്തത്? ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ. ഞങ്ങളെ ആര് ഭരിക്കണമെന്നാണ് ഇസ്രായേൽ ജനം ഗിദയോനോട് ആവശ്യപ്പെട്ടത്? ഗിദയോനും ഗിദയോന്റെ പുത്രനും പൗത്രനും. ഇസ്രായേൽ ജനത്തിന്റെ ഈ ആവശ്യത്തിന് ഗിദയോൻ പറഞ്ഞ മറുപടി എന്ത്? ഞങ്ങളല്ല, കർത്താവാണ് നിങ്ങളെ ഭരിക്കുക. ഗിദയോൻ ഇസ്രായേൽക്കാരോട് ആവശ്യപ്പെട്ടത് എന്താണ്? കൊള്ള ചെയ്ത് കിട്ടിയ കർണാഭരണങ്ങൾ.
മിദിയാൻകാർ ആരായിരുന്നു? ഇസ്മായേലിയർ. എത്ര തൂക്കം കർണാഭരണങ്ങളാണ് ഗിദയോന് ലഭിച്ചത്? 1700 ഷെക്കൽ. സ്വർണ്ണകുണ്ടലത്തിന് പുറമെ എന്തെല്ലാം ആഭരണങ്ങളാണ് ഉണ്ടായിരുന്നത്? ഖണ്ഡാഭരണം, പതക്കം, ചെങ്കുപ്പായം, ഒട്ടകങ്ങളിലെ കഴുത്തുപട്ട. സ്വർണ്ണകുണ്ടലം കൊണ്ട് ഗിദയോൻ എന്താണ് നിർമ്മിച്ചത്? ഒരു എഫോദ്. ഏത് പട്ടണത്തിലാണ് എഫോദ് നിർമ്മിച്ച് സ്ഥാപിച്ചത്? ഒഫ്രായിം പട്ടണത്തിൽ. ആരാണ് ഗിദയോൻ നിർമ്മിച്ച എഫോദിനെ ആരാധിച്ചത്? ഇസ്രായേൽക്കാർ. എത്ര വർഷം ഗിദയോന്റെ കാലത്ത് ദേശത്ത് ശാന്തിയുണ്ടായി? 40 വർഷം. യോവാഷിന്റെ മകൻ ആര്? ജെറുബാൽ. ഗിദയോൻ ഉണ്ടായിരുന്ന പുത്രന്മാർ എത്ര പേർ? 70 പേർ. ഷെക്കിമിലെ ഉപനരികിൽ ഗിദയോനുണ്ടായ പുത്രന്റെ പേര്? അബിമേലെക്ക്. യോവാഷിന്റെ പുത്രൻ ഗിദയോൻ മരിച്ചത് എങ്ങനെ? വൃദ്ധനായി. ഗിദയോനെ സംസ്കരിച്ചത് എവിടെ? പിതാവായ യോവാഷിന്റെ കല്ലറയിൽ, അതായത് അബിയേസ്യർ വംശജരുടെ ഒഫ്രായിൽ. ഗിദയോൻ മരിച്ചയുടനെ ഇസ്രായേൽക്കാർ കർത്താവിനോട് ചെയ്തതെന്ത്? കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു. ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചത് എങ്ങനെ? ബാൽ ദേവന്മാരെ ആരാധിച്ചു. ബാൽബറേത്തിനെ തങ്ങളുടെ ദൈവമാക്കി. ഇസ്രായേൽ മറക്കുകയും ഒട്ടും കരുണ കാണിക്കുകയും ചെയ്തില്ല എന്ന് പറയുന്നത് ആരോടാണ്? ജെറുബാൽ ഗിദയോനോട്.